തൃശ്ശൂരിൽ വീണ്ടും ജീവനെടുത്ത റോഡിലെ കുഴി. അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. എൽത്തുരുത്ത് സ്വദേശി 24 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. രാവിലെ 9:15ഓടെയായിരുന്നു അപകടം. കുന്നംകുളത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആബേൽ ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ആബേൽ മരിച്ചു. അപകടം നടന്ന ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു. പിന്നാലെ എത്തിയ കോൺഗ്രസ് BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C. മേനോന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകരും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാർ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞു. ഇതൊന്നും ജനങ്ങളുടെ ദുരിതമല്ല, അദ്ദേഹത്തിന് സുഖവാസമാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഈ സുഖവാസത്തിന് യാത്രയ്ക്ക് പോകാനും താല്പര്യം. തൃശ്ശൂരിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഇതിന് കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത, അനാസ്ഥ, അല്ലെങ്കിൽ തീരെ ജാഗ്രതയില്ലായ്മയാണ്. അവർക്ക് ജനങ്ങളുടെ വിഷമം അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ സ്വന്തം കാര്യം മാത്രം, അഴിമതിയും കൂത്തരങ്ങും മാത്രമാണ് തൃശ്ശൂർ കോർപ്പറേഷനിലുള്ളത്. ഇത് വെച്ച് ഓർമ്മിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി സമ്മതിക്കില്ല. ശക്തമായി തന്നെ, അതിശക്തമായി തന്നെ സമരമായി മുമ്പോട്ട് പോകും. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനിടെ പോലീസ് സമരക്കാരെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. മേയർ ഇടപെട്ട് റോഡിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം, മരിച്ചയാൾക്ക് ധനസഹായം നൽകണം, കളക്ടർ സംഭവസ്ഥലത്തേക്ക് എത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഏറെ നേരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസിനോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ MG റോഡിൽ സമാന രീതിയിലുള്ള അപകടത്തിൽ പൂങ്കുന്നം സ്വദേശിയായ യുവാവ് ദാരുണമായി മരണപ്പെട്ടത്. ജനം, തൃശൂർ.